ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 31. പവനഃ പവതാമസ്മി രാമഃ ശസ്ത്രഭൃതാമഹം ചഷാണാമകരശ്ചാസ്മി സ്രോതസാമസ്മി ജാഹ്നവീ. വിവർത്തനം. ജലജന്തുക്കളിൽ വെച്ച് വലിപ്പം കൂടിയതും മനുഷ്യർക്ക് ആപത്കരവുമത്രേ സ്രാവ്. ഇതും കൃഷ്ണന്റെ പ്രതിനിധി തന്നെ. ശ്ലോകം 32. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദഃ പ്രവദതാമഹം. വിവർത്തനം. സൃഷ്ടിയുടെ ആദി മധ്യാവസാനങ്ങൾ ഞാൻ തന്നെ. അർജുന, ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയസത്യവുമാണ് ഞാൻ. ഭാവാർത്ഥം. സൃഷ്ടികളിൽ ആദ്യത്തേത് ഭൗതിക മൂലകങ്ങളുടേതാണ്. മുമ്പ് പറഞ്ഞതുപോലെ മഹാവിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു എന്നിവരത്രേ വിശ്വാവിഷ്കാരത്തെ സൃഷ്ടിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. പ്രപഞ്ച സംഹാരം ചെയ്യുന്നത് ശിവനാണ്. ബ്രഹ്മാവിന് സ്രഷ്ടാവെന്ന നിലയ്ക്ക് 2ാം സ്ഥാനമേയുള്ളൂ. ഭഗവാന്റെ പ്രകൃതി ഗുണങ്ങളുടെ അവതാരങ്ങളാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാര ദേവതകൾ. അതിനാൽ സൃഷ്ടിജാലത്തിൻ്റെ ആദിമധ്യാന്തങ്ങൾ അദ്ദേഹം തന്നെ. ഉന്നത പഠനത്തിനുതകുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പലവിധമുണ്ട്. 4 വേദങ്ങൾ, അവയുടെ 6 അംഗങ്ങൾ, വേദാന്തസൂത്രം, ന്യായശാസ്ത്രം, മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ എന്നിങ്ങനെ പഠിക്കേണ്ടുന്ന കൃതികൾ 14 വിധം. ഇവയിൽ ആധ്യാത്മിക വിദ്യ, ആധ്യാത്മിക ശാസ്ത്രം, വിശേഷിച്ച് വേദാന്തസൂത്രം കൃഷ്ണന്റെ പ്രതിനിധിയാണ്. താർക്കികരിൽ വിവിധ തരത്തിലുള്ള വാദമുഖങ്ങളുണ്ട്. തെളിവ് സഹിതം ഒരാളുടെ വാദഗതിയെ ന്യായീകരിക്കുന്നതോടൊപ്പം എതിർഭാഗത്തെയും ന്യായീകരിക്കുന്നതിനെ ജൽപ്പമെന്ന് പറയുന്നു. എതിരാളിയെ പരാജയപ്പെടുത്തുവാൻ മാത്രം ചെയ്യുന്ന വാദഗതിയാണ് വിദണ്ഡ. യഥാർത്ഥമായ നിഗമനത്തിലെത്തിച്ചേരലാണ് വാദം. ഈ നിർണയ സത്യമാണ് കൃഷ്ണന്റെ പ്രതിനിധി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.